ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വിചാരിച്ചൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ. ആദ്യമേ പല്ല് തേപ്പ് എന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ പല്ലൊക്കെ തേച്ച് വന്നു, എന്തായാലും കോളേജിലോട്ട് പോവണ്ടേ. അപ്പോൾ രാവിലെ കാപ്പി എന്താണെന്ന് നോക്കുവാണ്. കാപ്പി ഉണ്ടാക്കുന്നത് എന്നെ കൊണ്ടറിഞ്ഞില്ല. രാവിലെ എനിക്ക് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു, പിന്നെ തേയില വെള്ളവും ഉണ്ടായിരുന്നു. തേയില വെള്ളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് എപ്പോഴും തേയില വെള്ളം ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചു. എന്നിട്ട് സാമ്പാർ കോരി ഒഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് കുറച്ച് കറി കൂടുതൽ ആവശ്യമാണ്. ഞാൻ എല്ലാത്തിലും എനിക്ക് ഭയങ്കര കറി അഡിക്റ്റാണ്, എന്താണെന്ന് ഞാൻ അറിയില്ല. ഇപ്പം ഒരു ഇഡ്ഡലി തന്നെ ഞാൻ കുറേ സാമ്പാർ എടുക്കും. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. എന്താണെന്തോ എല്ലാം സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ പൊളിയല്ലേ. ചിലവരൊക്കെ അങ്ങനെ ആയിരിക്കും, എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്കെന്തായാലും തേയില വെള്ളം വേണം എന്തൊരു കഴിക്കാൻ, ചോറിനല്ല എല്ലാത്തും. അങ്ങനെ പിന്നെ തീറ്റി തുടങ്ങി. അതിൻ്റെ തീറ്റി കണ്ട് കൊതി വിടരുത്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എനിക്ക് ഉണ്ടാക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അടിപൊളിയാണ് എല്ലാ ഫുഡും. അങ്ങനെ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും ഞാൻ കാണിച്ചില്ല. അങ്ങനെ ഞാൻ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോവേണ്ടത്? കോളേജിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ബസ്സിൽ കയറണം. ഒരു ഈ ഈ ഈ ഒരുക്കം മാത്രമേ ഉള്ളൂ ഗൈസ്. അവിടെ എത്തുമ്പോൾ എൻ്റെ മുഖത്തൊന്നും കാണൂല. അതൊക്കെ നിങ്ങൾ കാണണം. ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ വിയർത്ത് കുളിച്ചൊരു പരുവാകും. എന്തായാലും അങ്ങനെ ബസ്സൊക്കെ വന്നു. എനിക്ക് കുറച്ച് കഴിയാൻ നെടുമങ്ങാടൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗൈസ് എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയത്. ഞാൻ എവിടെ പോലും സൈഡ് സീറ്റിന് വേണ്ടി അടി ഉണ്ടാക്കിയെങ്കിലും ഞാൻ പോയിരിക്കും ഗൈസ്. എന്താണ് ഞാൻ അങ്ങനെയൊന്നും എനിക്കറിഞ്ഞൂടാ. അവസാനം ഫൈനലി ക്ലാസ് എത്തി. എനിക്ക് ഫസ്റ്റ് പീരീഡാണ്. എനിക്ക് ഒരു പീരീഡ് മാത്രമേ ഇവളൂടെ കിട്ടുകയുള്ളൂ ഗൈസ്. മൈ ബഡി മൈ ബെസ്റ്റ് ഫ്രണ്ടാണ്. എൻ്റെ ചങ്കാണ്. ഇവർ ഏറ്റവും കൂടെ കാണും. എൻ്റെ ഏത് വീഡിയോയിൽ ഇവർ രണ്ടുപേരും കാണത്തില്ലേ, ഇവരും എൻ്റെ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ അവൾ ഒരു പീരീഡ് എൻ്റെ കൂടെ കാണുള്ളൂ. ആ പീരീഡ് കഴിഞ്ഞു. അത് ഇംഗ്ലീഷായിരുന്നു. ഇനി നമുക്ക് അടുത്ത മെയിനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു പീരീഡിൽ എനിക്ക് കുറച്ച് അസൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാം. അസൈൻമെൻ്റ് അല്ല, ഒരു ഫോം ഫില്ല് ചെയ്യാൻ ഉണ്ടായിരുന്നു എക്സാമിൻ്റെ. അത് ചെയ്തുകൊണ്ടിരുന്നു. അതൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് തെറ്റിപ്പോവും. ഞാൻ എന്ത് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് തലയിട്ട് നോക്കുകയാണ് ഗൈസ്. അടുത്ത് നമ്മൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫോം ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യാം. ഒന്ന് എഴുതി വരുമ്പോഴത്തേക്കും ഒന്ന് തെറ്റിപ്പോവും. അങ്ങനെയാണ് ഗൈസ് ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കോപ്പി മാറ്റി വയ്ക്കും, എന്നിട്ട് പോയി വീണ്ടും ഫോട്ടോ കോപ്പി എടുക്കും. അങ്ങനെ ഞാൻ ഇവിടെ കൂടെ ജസ്റ്റ് ക്യാൻറ്റീനിലോട്ടൊന്ന് പോവേണം. സോനയുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീനിലോട്ടൊക്കെ പോകുന്നത് ചോറ് തിന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്ര പേര് ചെല്ലുമ്പോൾ തന്നെ ചോറൊക്കെ കുറച്ചാവുമല്ലോ, കുറച്ച് തീരും. അങ്ങനെ സോനയ്ക്ക് ഇന്ന് വീട്ടിൽ പോകണം. അവൾ ഹോസ്റ്റലിലാണ് നിൽക്കണം. അവൾ വീട്ടിൽ പോകണം ഗൈസ്. അങ്ങനെ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ചേച്ചിമാരാണ്, മൈ സീനിയേഴ്സാണ് ഗൈസ്. നമ്മൾ സീനിയേഴ്സൊക്കെ വീട്ടിൽ ഭയങ്കര കമ്പനിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ചേച്ചിമാർ നമുക്ക് ചിലവ് തന്നു. നമുക്ക് വിശക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിമാർ വാങ്ങി തന്നു. എന്തായാലും എല്ലാവരും ക്ഷീണിച്ചിരിക്കുകയാണ്. ഇവൾ വീട്ടിൽ പോകണം ഗൈസ്.